കഴിയുമെങ്കിൽ നിങ്ങൾ രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിയാണ് ആ സാന്നിധ്യത്തോടെ അടുക്കുവാൻ കഴിയുന്ന, ആ ദൈവ സാന്നിധ്യത്തെ അകത്ത് വഹിക്കാൻ കഴിയുന്ന എല്ലാവരും അധരങ്ങൾ തുറന്ന് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഇന്ന് ദൈവത്തിന്റെ അസാധാരണമായ ആരംഭം, നീ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു തുടക്കം നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ മേൽ, നിന്റെ തലമുറയുടെ മേൽ, വ്യക്തിപരമായ നിന്റെ ലൈഫിനകത്ത് ഇന്ന് പരിശുദ്ധാത്മാവ് അതിനെ നിറയ്ക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരെ യേശുവേ എന്നൊന്ന് വിളിച്ച് രണ്ട് കരങ്ങൾ ഉയർത്തി. രാവിലും പകലിലും നീ മാത്രമേ, എന്നുണർവിലും ഉണർവിലും നീ മാത്രമേ. രാവിലും പകലിലും നീ മാത്രമേ, ഉയിരിലും ഉണർവിലും നീ മാത്രമേ. എൻ്റെ ചങ്കാണേ, എൻ്റെ ഉയിരാണേ, എൻ്റെ അഴകാണേ, അമൃതാണേ. രണ്ട് കരങ്ങൾ ഉയർത്തി പാടാം. ചങ്കാണേ, എൻ്റെ ഉയിരാണേ, എൻ്റെ അഴകാണേ. ഒരു ഇമ പോലും മടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എപ്പോഴും പ്രിയ തോഴനായി. ശബ്ദം ഉയർത്തി പാടാമോ? ഒരു ഹിമ പോലും അടയാതെ എന്നെ നോക്കിയിടും. അന്തരീക്ഷം മാറുകയാണ്. യേശു അപ്പയാണ് എപ്പോഴും പ്രിയ തോഴനായി. ചേർന്ന് പറയാമോ? രാവിലും പകലിലും നീ മാത്രമേ, എന്നുള്ളിലും ഉണർവിലും നീ മാത്രമേ. രാവിലും പകലിലും നീ മാത്രമേ, എന്നുയിരിലും ഉണർവിലും നീ മാത്രമേ. എൻ്റെ ചങ്കാണേ യേശുവേ, എൻ്റെ ഉയിരാണേ, എൻ്റെ അഴകാണേ, അമൃതാണേ യേശു. എൻ്റെ ചങ്കാണേ, എൻ്റെ സ്വർഗമതി കേൾക്കട്ടെ, എൻ്റെ അഴകാണേ, അമൃതാണേ യേശു. രണ്ട് കരങ്ങൾ ഉയർത്തി. ഈ സമയം ആരുടെയൊക്കെയോ ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരാത്മീയ പ്രവാഹം ഇതിനകത്ത് ചലിക്കുന്നു. നിങ്ങൾക്ക് കരമടിക്കണമെങ്കിൽ കരമടിക്കാം, നിങ്ങൾക്ക് കരമടിക്കണമെങ്കിൽ കരമടിക്കാം. ലാം തെരിമോ ഷാൽ പ്രവാസിയാല റബനബിയാൻതേലി മാഷ പ്രവാദിയാര ലാഥാലമ ഷാൻഡേലി രഗസിയാദ റോക്കോമമ സൻഡേ റലബ ഹതിനി ബിഹംശകയ മാൽധല രഗസിയ. ചിലരെ ദൈവം തൊടുകയാ. ഇത് നിന്റെ സമയമാണ്.
ഇത് നിന്റെ സമയമാണ്, നിന്റെ സമയമാണ്. ഹോളി സ്പിരിറ്റ് നിന്റെ മേൽ ചിലത് ചെയ്യുന്ന, നിനക്ക് വേണ്ടി ചിലത് പകരുന്ന, നിന്റെ ആത്മലോകത്തിൽ പുതിയതിനെ കൽപ്പിച്ചാക്കുന്ന, നിന്റെ കുടുംബത്തിനകത്ത് അസാധാരണമായി നിന്നെ പകരുന്ന, നിന്റെ തലമുറയുടെ കെട്ടഴിക്കുന്ന, കരമടിക്കുന്നവൻ, കരമടിക്കുന്ന അഭിഷേകത്തോടെ, അഭിഷേകത്തോടെ. ഇതാ ഇതാ ദൈവത്തിന്റെ മകത്ത്, ദൈവത്തിന്റെ മകത്ത്, ദൈവത്തിന്റെ മകത്ത്, ദൈവത്തിന്റെ മകത്ത്. Come on, come on, come on. Yes, manana sandaladia. Rabama sande. Rakatala masaya. Rababigada nagadagasiya. യേശുവിന്റെ നാമത്തിൽ നിനക്ക് വിരോധമായി കിടക്കുന്ന മൂന്ന് മടങ്ങൾ ദൈവം പൊളിക്കുക. നിന്റെ പേരിന് വിരോധമായി കിടക്കുന്ന, നിന്റെ കുടുംബത്തിന് വിരോധമായി നിൽക്കുന്ന എല്ലാ പൈശാചിക മരണാധിപത്യങ്ങളും in the mighty name of Jesus ഇപ്പോൾ അത് തകരുന്നു, ഇപ്പോൾ അത് തകരുന്നു. അന്ധകാരങ്ങൾ ഇന്ന് പകലിൽ തകരുക. വചനം പറയുന്നു, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ടു ജാതിയെയും മൂടുമ്പോൾ നിന്റെ മേലോ, നിന്റെ മേലോ ഉലകത്തിൽ ആർക്കും തടയാൻ പറ്റാത്ത, ഉലകത്തിൽ ആർക്കും കെടുത്തുവാൻ പറ്റാത്ത ഒരു തീ നിലവൻ അടിക്കുക, ഒരു തീ നിലവൻ പകരുക. വിശ്വസിക്കുന്നവർ കരമടിച്ച് ആത്മാവിനെ സ്വീകരിക്കുക. ഓ ഈ പട്ടണം ദൈവത്താൽ വേർതിരിക്കപ്പെടുന്നു, ഈ പട്ടണം ദൈവത്താൽ വേർതിരിക്കപ്പെടുന്നു. ഈ പട്ടണത്തിനകത്ത് ദൈവ സാന്നിധ്യം ചിലത് വേർതിരിക്കപ്പെടുക. തല ഉയർത്തി നിൽക്കുന്ന ചില ആധിപത്യങ്ങൾ ഇന്ന് പകൽ ഇവിടെ കീഴ്പ്പെടുകയാണ്. ഇതിനകത്ത് കീഴടങ്ങുകയാണ്, ഇതിനകത്ത് കീഴടങ്ങുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ പകൽ നിന്റെ മുമ്പിൽ, നിന്റെ മുമ്പിൽ ദൈവം ചിലതിനെ കീഴടക്കുകയാണ്. ദൈവം ചിലതിനെ കീഴടക്കുന്നു. Come on, come on, come on. കരമടിക്കുന്ന അഭിഷേകത്തോടെ കരമടിച്ചോ. ഇത് നിന്റെ സമയം, ഇത് നിന്റെ സമയം. നിനക്ക് വേണ്ടി ദൈവം ഇടപെടുന്ന സമയം, നിനക്ക് വേണ്ടി സ്വർഗം തുറക്കുന്ന സമയം, മറുപടികൾ വെളിപ്പെടുന്ന സമയം. വിശ്വസിക്കുക. അഭിഷേകരെ കർത്താവിന്റെ ആത്മാവിനെ കാണിക്കുകയാണ്. ഒരു ലേബർ റൂമിനകത്ത് പിറന്നു വീണ കുഞ്ഞുങ്ങൾ കരയുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഒരു ശബ്ദം കേൾപ്പിക്കുന്നു, എന്നെ ഒരു കാഴ്ച കാണിക്കുന്നു. ലേബർ റൂമിനകത്ത് പ്രസവ വേദന അനുഭവിക്കപ്പെട്ട ആ മാതാവ് ഏറെ നാളായി കാത്തിരുന്ന തന്റെ സ്വപ്നത്തെ അതിന് ജന്മം കൊടുക്കുന്ന പോലെ ഈ മിനിസ്ട്രിയെ ദൈവം അങ്ങനെ പുറത്തു കൊണ്ടിരിക്കുക. ഈ പട്ടണത്തിൽ ഈ മിനിസ്ട്രി അങ്ങനെ ഒരു സ്വപ്നത്തിൽ, അങ്ങനെ ഒരു സ്വപ്നത്തിൽ ജനിക്കപ്പെടുന്ന തലമുറകളെ ആത്മാവി വളർത്തുവാൻ ഈ പട്ടണത്തെ ദൈവം വേർതിരിക്കുന്നു. ഇന്നതിനെ കരമടിച്ചതിനെ സ്വീകരിക്കുക. ഇതിന്റെ മേൽ ദൈവത്തിന്റെ മഹത്വം. യേശുവിൻ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവരൊരു അനുഗ്രഹമായി മാറണം. നിറയ്ക്കണം, നിറയ്ക്കണം, നിറയ്ക്കണം. അത്ഭുതം ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ. അടുത്ത് നിൽക്കുന്നവർക്ക് കൈ കൊടുത്ത് വരെ സന്തോഷത്തോടെ ഇരിക്കാൻ പറയാ. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കണം. ഹല്ലേലൂയ, ആമേൻ. നാം ഇരിക്കുന്ന ദൈവ സാന്നിധ്യത്തിലാണ്, നാം ഇരിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിനകത്താണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം, പരിശുദ്ധാത്മാവിൽ കേന്ദ്രീകൃതമായിരിക്കുന്ന ദൈവ സാന്നിധ്യത്തിൽ അലങ്കരിക്കപ്പെട്ട ഈ പകലിൽ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന കർത്താവ് ശ്രേഷ്ഠദാസൻ, ഞാൻ പാസ്റ്റർ ഇതുവരെ വിളിച്ചിട്ടില്ല, ഞാൻ റിജോ ചാനെ വിളിച്ചിട്ടുള്ളൂ. കാരണം പാസ്റ്റർ എന്നുള്ള അതിനേക്കാൾ ഉപരി കുറച്ചുകൂടെ എൻ്റെ ആത്മാവിലും എൻ്റെ ലൈഫിനകത്തും എനിക്കൊത്തിരി ആമേൻ കണക്ട് ചെയ്യുവാൻ കഴിഞ്ഞ ഒരാത്മീയ ബന്ധമാണ് കർത്താവിൻ്റെ ദാസനുമായി ബന്ധപ്പെട്ടുള്ളത്. ആമേൻ. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ദാസൻ്റെ ഈ പ്രവർത്തനങ്ങളെ ഞാൻ ഒത്തിരി അഭിമാനിക്കുന്നു, ഇതിനെ ഒത്തിരി അഭിനന്ദിക്കുന്നു.
ഇത് വളരും, ഇത് പരിശുദ്ധാത്മാവിൽ പുറത്തു വരും. ഈ ഗദരദേശത്തിൽ യേശു കർത്താവ് കാലുകുത്തുന്നതിന് മുമ്പ് വരെയും ആ പട്ടണത്തിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട അന്തരീക്ഷമുണ്ടായിരുന്നു. ഒന്ന്, ദാവീദിന്റെ കാലഘട്ടത്തിൽ ആ പട്ടണം, ആ ദേശം, ആട്ടിടയന്മാർ ഒത്തിരി ആടുകളെ മേയ്ക്കുവാനും ആടുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുൽത്തകിടുകളും നിറയപ്പെട്ട ഒരു ലാൻഡായിരുന്നു. ആമേൻ. പക്ഷെ യേശു കർത്താവ് അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ കൂടെ ഇരുന്നവർക്ക് മനസ്സിലായില്ല ഇതെങ്ങോട്ടാ പോകുന്നെന്ന്. പക്ഷേ ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ലാത്തതും ഇതുവരെയും ആർക്കും പിടികെട്ടാത്തതുമായ ചില ലാൻഡിനകത്തുനിന്ന് ഉണർവിന്റെ അടുത്തൊരു ചലനമിടാൻ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആടിനെ മേയിച്ചു കൊണ്ടിരുന്ന അതേ സ്ഥലം ഇപ്പോൾ പന്നികളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. ഒന്നുകൂടെ പറഞ്ഞാൽ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആടിനെ പന്നിയാക്കി മാറ്റിയിടം. ഒരാമേൻ പറ. ഒത്തിരി കൂട്ടമുണ്ടെന്ന് പറയുമ്പോഴും ആത്മകണ്ണിൽ നോക്കിയാൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. കൂട്ടത്തിന്റെ വലിപ്പത്തെക്കാൾ അധികമായി അതിനകത്ത് നിൽക്കുന്നതിന്റെ സ്വാധീനമാണ്. ഇന്ന് പകല് ഞാൻ ആത്മാവി പറയുന്നു, പട്ടണത്തിനകത്ത് ദൈവത്താൽ പുറത്തു വരേണ്ട ആടുകളെ പന്നികളാക്കി മാറ്റുന്ന ചില വ്യാപാരങ്ങളെ വെട്ടുവാൻ പുത്രത്വത്തിന്റെ അധികാരത്തോടെ, പുത്രത്വത്തിന്റെ അഭിഷേകത്തോടെ ചിലതിനെ ദൈവം ചില പട്ടണങ്ങൾക്കകത്ത് അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ പോയ ആ ദൂതിനെ ആമേൻ പറയാൻ പറ്റുന്നെങ്കിൽ നിന്റെ പഞ്ചായത്തിനകത്ത് നീ ഇതുവരെ കാണാത്ത ചിലത് നടക്കാൻ പോയ ഒന്ന് വിശ്വസിക്കാൻ പറ്റുന്നവർ ആമേൻ പറഞ്ഞോണം. നമുക്ക് പിടികിട്ടാത്ത കാര്യങ്ങളാ പരിശുദ്ധാത്മാവ് അതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആമേൻ. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതൊരു പകരം വീട്ടൽ തന്നെ. ആമേൻ. ഇത് ഭയങ്കര പകരം വീട്ടില്ല. എനിക്ക് മുഖപരിചയമുള്ള കുറെ മുഖങ്ങളെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. കർത്താവ് നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിൽ ഒരു കാര്യം എനിക്ക് ബോധിയ, ഇങ്ങനെയുള്ള അന്തരീക്ഷങ്ങളിൽ ദൈവം നിങ്ങളെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതിനകത്ത്, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉലകത്തിലെ ഒരു കുട്ടിപ്പിശാചിനും പിടികിട്ടാത്ത ആത്മീക സീക്രട്ട് ദൈവം അതിനകത്ത് മറച്ചു വച്ചിട്ടുണ്ട്. അത് വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അവർ മാത്രം കരവന്ന് അടിച്ച ദൈവത്തെ നന്ദി പറ. പരിശുദ്ധാത്മാവോട് പറയുന്നു, ഈ ടെറിട്ടറിക്കകത്ത് ദൈവം കയറ്റിയതിന്റെ പിന്നിൽ ചിന്തിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. ഞാനൊരു വാക്കൂടെ പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിച്ച ദൂതിനകത്തോട് കയറാം. ഒറ്റ വാക്ക്, ഏലിയാവ് ആഹാബിന്റെ കൊട്ടാരത്തിൽ ചെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും ഇല്ല. ഈ വാക്കിനകത്ത് കേവലം ഏലിയാവ് എന്ന് പറഞ്ഞൊരു മനുഷ്യനിൽ കൂടെ വന്ന ഒരു സാധാരണ വാക്കല്ല ഇത്. ആഹാബും ഇസബലും ഈ വാക്കിനെ ഭയപ്പെടണമെങ്കിൽ ഇവന്റെ നാവിന്ന് വന്ന അതോറിറ്റി എന്താണെന്ന് അവർക്കറിയാം. അതിന്റെ അർത്ഥം നിലവിൽ അവിടെയുള്ള സാമ്രാജ്യത്തിന്റെ സ്വാധീനത്തെ ഒന്നുമില്ലാതാക്കി മാറ്റുന്ന വിധത്തിൽ, ഈ പദത്തിന് ആമേൻ പറയുന്ന വിധത്തിൽ ഇന്ന് ഈ ദൂതിന് ആമേൻ പറയാൻ പറ്റുമെങ്കിൽ നിലവിൽ തല ഉയർത്തി നിൽക്കുന്നതിനെ ഒന്നുമില്ലാതാക്കി മാറ്റുന്ന വിധത്തിൽ നിന്റെ വാക്കിനകത്ത്, നിന്റെ അഭിഷേകത്തിനകത്ത്, കാലഘട്ടങ്ങൾക്കകത്ത് വെളിപ്പെടാതെ മറഞ്ഞു കിടക്കുന്ന ചില ആത്മീയ രഹസ്യമുണ്ടെന്ന്. ഈ ദൂതാരൊക്കെ ചലിപ്പിക്കുന്നു. ഈ ദൂതാരൊക്കെയോ ചലിപ്പിക്കുന്നു. ഒരാമേൻ പറയാമോ? ഏലിയാവ് വന്ന് പറഞ്ഞപ്പോഴും ആഹാബിനറിയാം, ഇതുവരെയും ഇസ്രായേലിൽ ഒത്തിരി പ്രവാചകന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കയറി വന്ന പ്രവാചകഗണത്തെ മുഴുവനും വാളുകൊണ്ട് വെട്ടിക്കൊന്നു. ആമേൻ. ഇവന്റെ വാക്കിനകത്ത് എന്തോ ഒരു അസാധാരണത്വമുണ്ട്.
ഇവൻ പറയുന്നതിനകത്ത് എന്തൊക്കെ നടക്കും. ഞാൻ ആത്മാവിൽ പറയുന്നു, നിലവിലുള്ളതിനെ ഒന്നുമില്ലാത്താക്കുന്ന വിധത്തിൽ നിന്റെ അഭിഷേകം ഇന്ന് പകലിൽ ചലിക്കാൻ പോകുക. ഇന്ന് ഈ ദൂതിന് ആമേ പറയാൻ പറ്റുമെങ്കിൽ ആമേ പറഞ്ഞോണം. നിലവിലുള്ളതിനെ നിലവിലുള്ളതിനെ ഒന്നുമില്ലാതാക്കുന്ന വിധത്തിൽ പവർലെസ് ആക്കി മാറ്റുന്ന ഒരു അഭിഷേകത്തോടെ ആത്മാവിനെ ഉപയോഗിക്കാൻ പോയി. ആത്മാവിനെ ഉപയോഗിക്കാൻ പോയി. കമോൺ, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമടിച്ചു കർത്താവിനെ നന്ദിയോടെ. ഹല്ലേലൂയ. എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഈ വെല്ലുവിളികളൊക്കെ ഏലിയാവ് നടത്തിയപ്പോൾ ആത്മലോകത്തിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു യൂണിറ്റി ഉണ്ടാകാൻ അനുവദിക്കാതെ ആഹാബ് എന്ത് ചെയ്തു? ഇസ്രായേലിലുള്ള സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ട് വെട്ടിക്കൊല്ലുവാൻ ഒരു കൽപ്പന പുറപ്പെടുവിക്കുക. ആ കൽപ്പനയ്ക്കകത്തു നിന്നും ഒബദ്യാവ് എന്ന് പറയുന്ന മനുഷ്യൻ, ആഹാബിന്റെ കൊട്ടാരത്തിലുള്ളവൻ, അവൻ 50 പ്രവാചകന്മാരെ എന്ത് ചെയ്തു? ഒളിപ്പിച്ച് താമസിപ്പിച്ചു. രാമൻ പറ. താമസിപ്പിക്കുക മാത്രമല്ല, അവർക്ക് ഭക്ഷണ പദാർത്ഥങ്ങളെ കൊടുത്ത് അവർക്ക് ശുശ്രൂഷ ചെയ്തു. പക്ഷേ ഒബദ്യാവിന്റെ മുമ്പിൽ 50 പ്രവാചകന്മാർ മറയപ്പെട്ടിരുന്നിട്ടും ആഹാബിനോ ഇസബലിനോ പിടികിട്ടാത്ത രീതിയിൽ കെരീത് തോട്ടിന്റെ നടുവിൽ മറച്ചു വെച്ച ദൈവത്തിന്റെ കരം ഏലിയാവിന്റെ കൂടെ ഉള്ളതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ഇടപെടുകയാണ്. നിന്നെ തൊടാൻ ദേശത്തിലെ ഒരാധിപത്യത്തിനും, നിന്നെ തൊടാൻ ഇവിടുത്തെ ഒരു മന്ത്രവാദിക്കും, ഇവിടുത്തെ ഒരു പൈശാചിക അധിപത്യങ്ങൾക്കും കഴിയത്തില്ലെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നവർ കരമടിച്ചു ശക്തിയോടെ. ഈ പദം പറയുമ്പോൾ ചിലരുടെ മേൽ അഭിഷേകം ചലിക്കുന്നു. ഒന്നുകൂടെ പറയാം. മരണത്തിന്റെ നിയമം, മരണത്തിന്റെ വാദഗതികൾ, മരണത്തിന്റെ വെല്ലുവിളികൾ ആഹാബിന്റെ കൊട്ടാരത്തിൽ നിന്നും ദൈവ തിരഞ്ഞെടുത്തവന് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുമ്പോഴും എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവന്റെ മൂക്കിന്റെ താഴെ അവനെ മറച്ചു വെച്ച ദൈവം ഇന്ന് മകൻ ആത്മാവിശ്വ തൊടത്തില്ല. അഭിഷേകനെ തൊടത്തില്ല. ഇവിടുത്തെ ഒരു സംവിധാനവും നിന്നെ തൊടാൻ, പറയുന്നവർ പറയട്ടെ, അപമാനിക്കുന്നവർ അപമാനിക്കട്ടെ, നിന്ദിക്കുന്നവർ നിന്ദിക്കട്ടെ, നിന്റെ തലയ്ക്ക് വില പറയുന്നവർ വില പറയട്ടെ, പക്ഷെ തൊടാൻ സമ്മതിക്കാതെ വണ്ണം നിന്റെ മേൽ അത് വരാൻ സമ്മതിക്കാം. ഓ കമോൺ, ഈ ദൂതിനെ ആമേ പറയുന്നവരുണ്ടെങ്കിൽ ആമേ പറഞ്ഞു. ഇന്ന് ചില കാലഘട്ടങ്ങൾ നിന്റെ മുമ്പിൽ നിന്ന് വാതിലുകളെ തുറക്കപ്പെടാൻ പോയ, നിന്റെ മുമ്പിൽ ചില വഴികളെ തുറക്കപ്പെടാൻ പോയ ഈ പകലിൽ ആത്മാവ് ഇടപെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ കാലഘട്ടത്തിനകത്ത് നീ കേട്ടതോ, നിന്റെ ആദരത്തിൽ കൂടെ വിശ്വാസത്താൽ പുറപ്പെട്ടതോ നടത്തിക്കത്തില്ലെന്ന് സമ്മതിപ്പിക്കത്തില്ലെന്ന് പറയുന്ന വെല്ലുവിളികളുടെ നടുവിൽ ഈ പകലിൽ ആത്മാവ് ഇടപെടുകയാണ്. തൊടാൻ അനുവദിക്കാതെ നിന്നെ തൊടാൻ ചിലരുടെ മേൽ ഭയങ്കരമായിട്ട് ദൈവസാന്നിധ്യം ഇറങ്ങുന്നു. പരിശുദ്ധാത്മാവ് ഇടപെടുക. നിന്റെ പരാജയത്തിന്റെ നാളുകൾക്കകത്തോ, നിന്റെ നിന്നയുടെ നാളുകൾക്കകത്തോ നിനക്ക് വിരോധമായി വാദിച്ചു നിൽക്കുന്ന പ്രതികൂലങ്ങളുടെ ശബ്ദത്തിന് നടുവിലോ നീ തകരുവാൻ അനുവദിക്കാതെ, അത് നിന്നെ തകർക്കാൻ അനുവദിക്കാതെ, ദൈവമനുഷ്യനെ നിന്നെ മറയ്ക്കുന്ന ഒരു ദൈവ സാന്നിധ്യം, നിന്നെ പൊതിയുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകരം നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് വഴികളെ തുറന്ന് ശക്തിയോടെ ദൈവത്തെ
അതര പ്രബദല ഘടകസി വൈഡവന ഘടകസിഹാല. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുക. അത് തന്റെ അടുത്തോട് യേശു പറഞ്ഞത്, എടാ, മുകളിൽ നിന്നൊരു അധികാരവും കിട്ടിയിട്ടില്ലാതെ നീ എൻ്റെ മേൽ കൈവയ്ക്കത്തില്ല. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞോണം. എന്റെ ഭാഷയിൽ പറഞ്ഞ ഓലപ്പാമ്പിനെ കാണിച്ചവൻ പേടിപ്പിക്കുമായിരിക്കും. എന്റെ സാറേ, അത് വെറും ഓലപ്പാമ്പ് മാത്രമാ. ഒന്നാമേൻ പറയാമോ? എടാ, ഇത് നിന്നെ തൊടാൻ പറ്റാത്ത വിധത്തിൽ നിന്നെ മറച്ച ഒരു കാബോധുണ്ട്. നിന്നെ മറയ്ക്കുന്നൊരു ഡോക്സയുണ്ട്. നിന്നെ മറയ്ക്കുന്നൊരു ഗ്ലോറി ഉണ്ട്. നിന്നെ മറയ്ക്കുന്നൊരു തേജസ് ഉണ്ട്. അവന്റെ മഹിമയുടെ കനത്തിൽ ദൈവം നിന്നെ സുരക്ഷിതരാക്കുമെന്ന് പറഞ്ഞ വിശ്വസിക്കുന്നവർ എന്താ, ഈ പട്ടണത്തിന്റെ മേൽ ഭയങ്കര കാര്യങ്ങൾ നടക്കും. ഒത്തിരി അഭിഷക്തന്മാർ പുറത്തു വന്ന പട്ടണമാണ്. പട്ടണമല്ല ഇവിടെ വിഷയം, അഭിഷേക വിഷയം. അഭിഷേകത്തിന് വേണ്ടി നീ നിന്നാൽ പട്ടണം നിന്റെ പുറകെ വരും. ഞാൻ ആരംഭത്തിലെ പറഞ്ഞു, വഞ്ചനയുടെ നാവിനെ സൂക്ഷിക്കണം. ആമേൻ. നിരുത്സാഹപ്പെടുത്തുന്ന ശബ്ദങ്ങളെ തിരിച്ചറിയണം. ആമേൻ. മതിൽ പണിയുവാൻ നെഹമ്യാവ് ഒരാത്മീക ഭാരത്തോടെ, ആത്മഭാരത്തോടെ അവൻ മതിൽ പണിയുവാൻ തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ തന്റെ മുമ്പിൽ നിൽക്കുന്ന ശത്രുവിന്റെ വലിപ്പത്തേക്കാൾ അധികമായി അവനെ നിരുത്സാഹപ്പെടുത്തുന്ന ചില സ്വാധീനമുണ്ടായിരുന്നു. സൻബലത്തും തോബിയാവും നെഹമ്യാവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇത് പണിയുന്നത് ഒന്ന് കാണട്ടെ എന്നുള്ള വല്ലാത്ത വാക്കിനാൽ, ഒരു വല്ലാത്ത സ്വാധീനത്തിൽ കൂടെ ആമേൻ ആമേൻ തടസ്സം നിന്നുകൊണ്ട് നിൽക്കുമ്പോഴും ആമേൻ നെഹമ്യാവ് പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. എന്റെ വിഷയം അതല്ല. മുമ്പിൽ നിൽക്കുന്ന ശത്രുവിന്റെ വലിപ്പത്തെ തിരിച്ചറിഞ്ഞ നെഹമ്യാവ് അതേ ശത്രുവിന്റെ മുഖത്തെ നോക്കി പറയാൻ, ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. അപ്പൊ വലിപ്പത്തെ അവൻ ഒരു കാരണമാക്കുന്നില്ല. ശത്രുവിന്റെ വലിപ്പത്തെ അവനൊരു കാരണമാക്കുന്നില്ല. ശത്രുവിന്റെ വാക്കിനെ അവനൊരു കാരണമാക്കുന്നില്ല. ശത്രു മെനയുന്ന ആയുധങ്ങളെ അവനൊരു കാരണമാക്കുന്നില്ല. ഒന്ന് കരം ഉയർത്തിയോ നാമേ പറഞ്ഞേ. പക്ഷെ നെഹമ്യാവിനെ ഒത്തിരി അസ്വസ്ഥതപ്പെടുത്തിയത് മുമ്പിൽ നിൽക്കുന്ന ഇവന്മാരൊന്നും അല്ല. പിന്നെ ആരെന്നറിയാമോ? കൂടെ നിൽക്കുന്ന യഹൂദ്യരാ. നിങ്ങൾ എന്നോട് പിണങ്ങും. ഞങ്ങളൊരു ഉണർവിന്റെ മെസ്സേജ് കേൾക്കാനായിരിക്കുന്നേ. ഇത് കേട്ടിട്ടുള്ള ഉണർവ് മതി. ആമേൻ. എപ്പോഴൊക്കെ ആ ദൈവിക പദ്ധതിക്ക് വേണ്ടി എഴുന്നേറ്റ് നെഹമ്യാവ് നിൽക്കുമ്പോഴും യോമാർ അടുത്ത് വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഇഷ്ടിക താണ്ട് അവിടെ കിടക്കുന്നു, മെറ്റില് താണ്ട് അവിടെ കിടക്കുന്നു, സിമെന്റ് താണ്ട് അവിടെ കിടക്കുന്നു. ഇതൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് മതിൽ പണിയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ധൈര്യപ്പെടുത്തി ചേർത്ത് നിർത്തേണ്ടവൻ പോലും നിന്നെ ഒറ്റപ്പെടുത്തി മാറ്റുന്ന ചില താഴ്വാരങ്ങൾ ഉണ്ടാകും. എനിക്ക് ചിലരോട് അടുത്ത് വന്ന് പറയണമെന്നുണ്ട്. ആമേൻ. കൂടെ നിർത്തി ധൈര്യം പകരേണ്ടത് പോലും നിനക്ക് വിരോധമായി വിരൽ ചൂണ്ടുന്ന ചില താഴ്വാരങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് വരും വരും വരും. എന്തിനാ ഇത് കൊണ്ടുവരുന്നറിയാമോ? അവിടെ നീ തകർന്നു പോകാനല്ല, അവിടെ നീ പരാജയപ്പെടാനല്ല. ഹോളി സ്പിരിറ്റ് എന്നോട് പറയുന്നു, ഇതുവരെ കാണാത്ത റേഞ്ചിൽ, ഇതുവരെ ആരും അറിയാത്തൊരളവിൽ ചിലത് ദൈവം നിനക്ക് വേണ്ടി തീർപ്പ് കൽപ്പിക്കാൻ അന്യമാരെ ഇന്ന് പകൽ ആ ദൂതിന് ആമേൻ പറഞ്ഞോണം കേട്ടോ.
ചില താഴ്വാരങ്ങൾ വരുവാൻ ഞാൻ ഒത്തിരി അനുഭവിച്ചതാ. കൂടെ നിൽക്കും എന്ന് കരുതിയതൊക്കെയും ഒറ്റപ്പെടുത്തി വാക്കാകുന്ന അസ്ത്രങ്ങൾ തൊടുത്തു വിടുകയും ചെയ്യുമ്പോൾ എന്നെ ചിന്തിപ്പിച്ചൊരു ഭയങ്കര ഭാഗമുണ്ട്. സങ്കീർത്തനങ്ങൾ 31 അധ്യായത്തിൽ അതിന്റെ 19-20 വാക്യം വായിച്ചോട്ടെ. സങ്കീർത്തനങ്ങൾ എത്ര വലിയതാകുന്നു. അടുത്ത വാക്ക്, നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്നും. അപ്പൊ എന്തുകൊണ്ട് നിനക്കെതിരെ? എന്തുണ്ട്? എന്റെ പൊന്നെ, നീ അവരെ, 19 വാക്യം പറയുന്നു, വലിയ നന്മ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചവൻ ദൈവത്തിന്റെ മഹത്വകരമായ പദ്ധതികളെ അടുത്ത് അനുഭവിച്ചവൻ. പക്ഷെ അടുത്ത വാക്കിൽ പറയുന്നു, ഏതൊക്കെയോ മാനുഷികപരമായ കൂട്ടുകെട്ടുകൾ, ഏതൊക്കെ വ്യക്തിത്വങ്ങൾ വിരോധമായി നിന്റെ പതനം കാണുവാൻ നിനക്ക് വിരോധമായി സംഘടിച്ചു വന്ന് ചില കൂട്ടുകെട്ടുകൾ ഇന്ന് പകരം ദൈവം അത് കാണുന്നു. എന്റെ പ്രസംഗ വിഷയം ഇതല്ലെങ്കിലും പരിശുദ്ധാത്മാവിന്റെ അകത്ത് പറയുന്നുണ്ട്. തമ്പുരാൻ പറയുക, നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്നും വിടുവിച്ച്. എന്തിനാ വിടുവിക്കുന്നേ? നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ എന്ത് ചെയ്യും? കൂട്ടുകെട്ടുണ്ടാക്കുന്നവർ കൂട്ടുകെട്ടുണ്ടാകട്ടെ, വിരോധമായി എഴുന്നേറ്റ് വരുന്നവർ വിരോധമായി എഴുന്നേറ്റ് വരട്ടെ. അതിന് നടുവിൽ എന്ത് സംഭവിക്കും? നിന്നെ മറച്ച് ദൈവത്തിന്റെ മഹത്വം കൊണ്ട് പൊതിയാൻ ഒരു പ്രസൻസ് നിന്നെ കൂടെ നിൽക്കും. അടുത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് കൈ കൊടുത്തിട്ട് പറ, ആരുമില്ലെങ്കിലും സാന്നിധ്യം കൂടെ നിൽക്കുമെന്ന് പറ. മുഖത്ത് നോക്കി പറയണം, ഒന്നാരാ ശരിയാകുന്നേ. മുഖത്ത് നോക്കി എന്ന് പറ, അതല്ലേ അതിന്റെ ശരി. ആരും ഇല്ലെങ്കിലും സാന്നിധ്യം കൂടെ ഇരിക്കും. സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ കൂട്ടുകെട്ടിനെ സാന്നിധ്യം പൊട്ടിക്കും. അയ്യോ, എനിക്കറിയത്തില്ല, ഇതൊന്നും പറയാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ ആത്മാവ് ആരംഭത്തിലെ പറയുന്നു, നീ അറിയാതെ ഏതൊക്കെയോ അന്തർധാര പോലെ നിനക്ക് വിരോധമായി സംഘടിക്കുന്ന സംഘടനകൾ പോലും ഇന്ന് പകലിൽ ഈ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ ആത്മമണ്ഡലത്തിൽ വെച്ച് പൊട്ടിക്കാൻ ഇന്ന് പകലിൽ ഇതിനകത്ത് അവന്റെ മകത്ത് ചിലരുടെ മേൽ വെളിപ്പെടുക. യേശുവിന്റെ നാമത്തിൽ ഈ ദൂതിന് ആമേൻ പറയുന്നവർ കൂട്ടുകെട്ടുകൾ പൊളിക്കുക. എനിക്കറിയത്തില്ല, യേശുവിന്റെ നാമത്തിൽ സഹോദരന്മാർ കൂട്ടുകൂടി യോസേഫിന് വിരോധമായി ഇന്ന് പകൽക്കാല കൂട്ടുകെട്ടുകളുടെ നടുവിൽ അവർക്ക് പോലും അറിയാത്ത ചിലതിനെ ഒരുക്കുവാൻ കഴിയുന്നൊരു ദൈവം ഇന്ന് പകലിൽ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവനെ വിശ്വസിക്കുന്നവർ കരമടിച്ച് ശക്തിയോടെ വായ്കളെ തുറന്ന് യേശുവിന് ആരാധന കൊടുത്താട്ടെ. കൂട്ടുകെട്ട്, നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് പിടിപ്പിച്ച് നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കും. അടുത്ത പദം എന്നിട്ട് പറയുന്നു, നീ അവരെ നാവുകളുടെ വക്കാണത്തിൽ നിന്ന് രക്ഷിച്ച്. അപ്പൊ എന്തുണ്ട്? കേൾക്കാൻ പോന്നേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല. ആമേൻ. വിളിയുള്ളവനാണോ? കേൾക്കും. സർവശക്തനാകുന്ന യേശു കർത്താവിനെ കുറിച്ച് വരെ പറഞ്ഞില്ലേ? ഇല്ലേ?
ഇല്ല ചാ. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ദൈവം പറയുക, ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാനിനകത്തേക്ക് ദൈവം അവനെ ഓരോ പ്രോസസ്സിൽ കൂടെ കടത്തി വിടുമ്പോഴും തമ്പുരാൻ പറയുക, അവന് വിരോധമായിരുന്ന കൂട്ടുകെട്ട്, അവന് വിരോധമായി വരുന്ന വാക്കുകളുടെ വാഗ്ദാനം, ഇതിന്റെ നടുവിൽ ദൈവം അവനെ ഒരിക്കലും കൈവിടുമെന്നല്ല, പകരം അതിന്റെ നടുവിൽ ഞാൻ അവനെ എന്റെ കൂടാരത്തിനകത്ത് ഒളിപ്പിച്ചിട്ട്, ഈ ദൂതന് നാമേ പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ചിലരുടെ പേരിന്ന് ഭയങ്കര പ്രമോഷനുകൾ സംഭവിക്കും. നിലവിൽ നിങ്ങളായിരുന്ന അന്തരീക്ഷത്തിൽ നിന്നെല്ലാം ദൈവം നിങ്ങളുടെ കൂടെ എന്താണെന്ന് തെളിയിക്കാൻ പോവാ. കൂട്ടുകെട്ടുണ്ടായിട്ടുണ്ടോ? വിരോധമായി കൂട്ടുകൂടിയോ? നിനക്ക് വിരോധമായി സംഘടിച്ചോ? ആമേൻ. ഫേസ്ബുക്കോ വാട്സപ്പോ ഇൻസ്റ്റാഗ്രാമോ എന്നാ ഗ്രാമൊക്കെയാണോ? ആമേൻ. ഇതിനകത്തൂടെ എല്ലാം നിനക്ക് വിരോധമായി എന്തെല്ലാം കൂട്ടുകൂടിയാലും രാമേൻ പറ, തമ്പുരാന്റെ പദ്ധതി ഒന്നേ ഉള്ളൂ. നീ വേണമെങ്കിൽ കൂട്ടുകൂടിക്കോ, പക്ഷെ എന്റെ സാന്നിധ്യത്തിൽ ഞാൻ അവനെ മറയ്ക്കും. രാമേൻ പറ, നന്നായി രാമേൻ പറ. എന്റെ സാന്നിധ്യത്തിനകത്ത് ഞാൻ മറയ്ക്കും. തീർന്നില്ല. അവന് വിരോധമായ വാക്കുകളുടെ വാഗ്ദാനങ്ങൾ അസ്ത്രങ്ങളായി തൊടുത്തു വിടുമ്പോൾ ദൈവാത്മാവ് ഇടപെടുന്നു. ദൈവത്തിന്റെ പൈതലിനെ അത് അടിച്ച് തകർക്കാൻ അനുവദിക്കാതെ അവന് കൂടാരത്തിനകത്ത് ഒളിപ്പിച്ച് ഒരു ചരിത്രമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ ഇടപെടൽ. ഭയങ്കര കാര്യങ്ങൾ നടക്കുക. അതാ ഈയോ വിളിച്ചു പറഞ്ഞത്, ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാലും നിലത്ത് വീണ് മണ്ണിനോട് പഴകിച്ചേർന്നാലും. അടുത്ത പദം പറയുക, വെള്ളത്തിന്റെ ഗന്ധം തട്ടുമ്പോൾ വീണ്ടും അത് പൊട്ടിക്കിളിർക്കും. വിളിയുള്ളവനെ ആര് വെട്ടിയാലും അവൻ തന്നെ വളരും. ദൂത് പറയുക, വെട്ടാൻ നോക്കുന്നവന്റെ മുമ്പിൽ വെച്ച് തന്നെ ദൈവത്തിനെ വളർത്തും. ഈ ദൂതിനാമേ പറയോ, വെട്ടാൻ നോക്കുന്ന നിന്നെ ഈ ദൂതിനാമേ പറഞ്ഞ് സ്വീകരിച്ചോ. പരിശുദ്ധാത്മാവ് ഇടപെടുക. ആരാണോ നിനക്ക് വിരോധമായി വാളെടുത്തത്, ആരാണോ നിനക്ക് വിരോധമായി നിന്നെ വെട്ടുവാൻ നോക്കിയത്, അവരുടെ നടുവിൽ വെച്ച് തന്നെ നിന്നെ വളർത്തുന്ന ചിലതിനമേൽ മാസാകുന്ന അനോയിന്റിങ് ചലിക്കുക. വെട്ടാൻ നോക്കിയത് ആരാണോ അവന്റെ മുമ്പിലിട്ട് തന്നെ നിന്നെ വളർത്തും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞോണം. പക്ഷെ ഇതൊരു അടയാളമാക്കി മാറ്റണം. ഇതൊരെന്ത് ചെയ്യണം? ഏലിയാവ് കണ്ടതൊരു കൈ അല്ലേ? പക്ഷേ ഇതെന്തിന്റെ അടയാളമാണ്? കൈയല്ല അവിടെ വിഷയം, അതിന്റെ പിറകിൽ ചലിക്കുന്ന മഴയാ. ഈ ദൂത് എന്തോ ഇതിനകത്ത് ചലിച്ചിറങ്ങുന്നുണ്ട്. അഭിഷേകത്തിനെ കർത്താവിനോട് പറഞ്ഞ് ലിറ്ററലിയായി ഇങ്ങനെ ചിലത് ഇവിടെ നടന്നിരിക്കും. നടക്കും. അടുത്തിരിക്കുന്ന വ്യക്തിയോട് ചോദിച്ചു, സന്തോഷത്തോടെ ഇരിക്കാൻ ചോദിച്ചു. ഇതിനകത്ത് തന്നെ ഉണ്ടോ ഇല്ലെന്ന് എനിക്കൊന്ന് അറിയണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാനായി ഇതിനോട് ചേർത്ത് തന്നെ ആത്മാവിനോട് പറയുന്നൊരു ദൂത്,
റോമലേഖനം 8-ാം അധ്യായം അതിന് 31-ാമത്തെ വാക്യം വേഗത്തിലെടുത്താൽ. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയണ്ടോ? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ രാമൻ പറഞ്ഞാട്ടെ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ആമേൻ. രണ്ട് കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് അവിടുന്ന് ഓർപ്പിക്കുന്നു. ഒന്ന്, അനുകൂലമാകുന്ന ദൈവം. രണ്ട്, പ്രതികൂലമായ സാഹചര്യം. ആമേൻ. പൗലോസ് ശ്ലീഹ പറയാണ്, ഇത് സംബന്ധിച്ച് നാം എന്തു പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. പ്രതികൂലങ്ങളെ അതിജീവിക്കുന്ന വിധത്തിൽ അനുകൂലമായി വെളിപ്പെടുന്ന ദൈവത്തെ തെളിയിക്കാൻ പോവുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? ആമേൻ. എവിടെല്ലാം ദൈവം ദൈവത്തിന്റെ മഹാവലിപ്പത്തെ വെളിപ്പെടുത്തും. 23-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ദാവീദ് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താ വായിക്കുന്നേ? 5-ാമത്തെ വാക്യം, എന്റെ ശത്രുക്കൾ കാണെ, എന്റെ ശത്രുക്കൾ കാണെ, ഉറക്കെ പറ, എന്റെ ശത്രുക്കൾ കാണെ. പ്രതികൂലമുള്ളപ്പോൾ ദൈവം എന്താ ചെയ്യുന്നേ? പ്രതികൂലം എന്തുകൊണ്ടാണ് ദൈവം നിന്റെ മേൽ അനുവദിക്കുന്നേ? നിനക്കൊരു വിരുന്ന് അതിന് മുമ്പിൽ ഒരുക്കാൻ വേണ്ടിയാ. ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഉലകത്തിലെ ഒരു മനുഷ്യന് പോലും പിടികിട്ടാത്ത റേഞ്ചിലാ ദൈവം ഒരുവനെ പുറത്തു കൊണ്ടുവരുന്നേ. എന്താ ദാവീദ് പറയുന്നത്? എന്റെ ശത്രുക്കൾ കാണെ വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഒന്ന്, സെലിബ്രേഷൻ ഉണ്ടാകും. രണ്ട്, അഭിഷേകത്തിന്റെ വർധനമുണ്ടാകും. ഈ വാക്കിന് ആമേൻ പറഞ്ഞോണം. 2025 അവസാനിക്കുന്നതിന് മുമ്പ് സെലിബ്രേഷൻ ഉണ്ടാകും. പിടിച്ചോ, ഇത് ദൂത. 2025 പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ദൈവാത്മാവ് ഇടപെടുന്നു. സെലിബ്രേഷൻ ഉണ്ടാകും, സെലിബ്രേഷൻ ഉണ്ടാകും, സെലിബ്രേഷൻ ഉണ്ടാകും. നിന്റെ തലമേൽ അഭിഷേകം വ്യാപരിക്കും. ഈ ദൂതിനെ ആമേൻ പറയുന്നവരുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവനോട് പറയുന്നു, ചിലതിനെയൊക്കെ കാഴ്ചക്കാരാക്കി മാറ്റിക്കൊണ്ട് ദൈവം നിന്റെ ലൈഫിനകത്ത് സെലിബ്രേഷൻ തുടങ്ങാൻ പോയ. ആശ്രയം യേശുവിൽ എന്നധീന ഭാഗ്യവാന, ഇത്ര സൗഭാഗ്യം ഈ ചെയ്തിയിൽ ഇല്ല മറ്റൊന്നു നിശ്ചയമാ. ഇത്ര സൗഭാഗ്യം ഈ ചെയ്തിയിൽ ഇല്ല മറ്റൊന്നു. ഓ തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്ന്, തോരാത്ത കണ്ണീര്. അക്കാലമൊന്ന് ഉയർത്തി ആമേൻ പറ. ഹല്ലേലൂയ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ആമേൻ. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, പ്രതികൂലത്തിന്റെ താഴ്വാരങ്ങൾക്കകത്തൂടെ ഞാൻ കടന്നു പോകുമ്പോഴും അനുകൂലമായി എന്റെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. അതിന്റെ അർത്ഥം, മുമ്പിൽ പ്രശ്നമുള്ളപ്പോഴും പ്രശ്നത്തിന്റെ വലിപ്പത്തെ നോക്കിയല്ല നീ ദൈവത്തിന്റെ വലിപ്പത്തെ അളക്കേണ്ടത്.
മനസ്സിലാകുന്നവരുണ്ടോ? പ്രശ്നത്തിന്റെ വലിപ്പത്തെ നോക്കി ദൈവത്തിന്റെ വലിപ്പത്തെ അളക്കാതെ ഇന്നു പകലിൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നത്തെ സാധാരണമായി കണ്ടുകൊണ്ട് വലിപ്പമുള്ള ദൈവത്തെ നിന്റെ അകത്തളങ്ങളിൽ ആത്മാവിൽ വഹിക്കുവാൻ തുടങ്ങിയാൽ ഏതു താഴ്വാരത്തിനകത്തും, ഏത് കൂരിരുട്ടിനകത്തും, ഏത് പ്രതിസന്ധിക്കകത്തും അനുകൂലമാകുന്ന ദൈവം. ദാവീദ് ഇങ്ങനെ പറയുന്നതിന്റെ കാര്യം ഒന്ന്, ശത്രുക്കൾ കാണുക. ആ പദം തന്നെ ഒരു ബഹുവചനം പോലെയാ പറയുന്നത് അല്ലേ? ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം അല്ല, ഒന്നിലധികം ഒന്നങ്ങോട്ട് പരിഹരിച്ച് നിൽക്കുമ്പോഴായിരിക്കും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ അവസാനത്തെ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ മരുഭൂമിയിൽ കൂടെ നടത്തിക്കൊണ്ടുവരുന്ന ജനം അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നന്മകളും ദൈവം കൊടുത്ത് അവരെ പോഷിപ്പിച്ചു നടത്തിക്കൊണ്ട് വരുമ്പോൾ തന്നെ അടുത്ത പ്രശ്നം അവിടെ മുമ്പിൽ വരികയാണ്. എന്തിനാണെന്നറിയാമോ? ഇങ്ങനെ പ്രോബ്ലങ്ങൾ നിന്റെ മുമ്പിൽ ദൈവം അനുവദിക്കുന്നതിന്റെ കാര്യം. നിങ്ങൾ എത്ര പേരെ വാക്കിന് ആമേൻ പറയും? ഞാൻ പറയും, എല്ലാ തോൽവികൾക്കും നാഥാ. ഇതൊരു ഭയങ്കര ധൈര്യ. അടുത്തിരിക്കുന്നവർ കൈ കൊടുത്ത് പറ, ഭയങ്കര ധൈര്യം വേണമെന്ന് പറ അല്ലേ? എന്റെ ശത്രുക്കൾ കാണുക. അങ്ങനെങ്കിൽ പ്രോബ്ലം ഒന്നല്ല, പരിഹരിക്കപ്പെടേണ്ട വിഷയമൊന്നല്ല. നിരവധി പ്രതികൂലങ്ങളുടെ നടുവിൽ താൻ നിൽക്കുമ്പോഴും ആ പ്രശ്നങ്ങളുടെ മുമ്പിൽ തനിക്ക് പറയാൻ ഒരു വാക്കുണ്ട്. യഹോവ എന്റെ ഇടയനാകുന്നു, ദൈവം എന്റെ റോഹിയാണ്, എന്റെ കൂടെ ഇരിക്കുന്ന, എന്നെ നടത്തുന്ന എന്റെ ഇടയനാണവൻ. ഒരാമേ പറയാൻ പറ്റുക? ആമേ പറ. എത്ര പേര് പറയുന്ന വാക്ക് മനസ്സിലാവുന്നുണ്ട്? ഇപ്പൊ പ്രതികൂലങ്ങൾക്കകത്തൂടെ ദൈവം ഒരു ഭക്തനെ കടത്തിവിടുമ്പോൾ എന്താണ് അവനിൽ അകത്ത് വെളിപ്പെടുന്ന ആദ്യത്തെ ഏറ്റവും പരമപ്രധാനമായ കാര്യം? ദൈവത്തിന്റെ വലിപ്പത്തെ അവന്റെ മുമ്പിൽ വെളിപ്പെടുത്തും. ദൈവം അവനോടുകൂടെ ആ സാഹചര്യത്തിൽ എങ്ങനെ ഇരിക്കുമെന്ന് അവനെ വെളിപ്പെടുത്തും. ഇനി ദൈവം അവന്റെ കൂടെ ഉണ്ടെങ്കിൽ അവനിൽ എന്ത് വെളിപ്പെടുമെന്ന് ദൈവം വെളിപ്പെടുത്തും. ഇതിനാ എത്ര പേര് ആമേൻ പറയും? അതുകൊണ്ടല്ലേ ദാവീദ് പറഞ്ഞത്, അവൻ എന്റെ ഇടയനാ, യഹോവ റോഹി, യഹോവ റോഹി. ഇടയനാന്ന് പറഞ്ഞപ്പോൾ തന്നെ അടുത്ത വാക്കവൻ പറയുന്നു, എന്നെ അവൻ നടത്തുന്നവനാ. ഒരാമേൻ പറ. എന്നെ അവൻ ഗൈഡ് ചെയ്യുന്നവനാ. 3, കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും എന്റെ കൂടെ ഇരിക്കുന്നവനാ. യഹോവ എനിക്ക് ശമ്മയാ. അവൻ റോഹിയാണ്, അവൻ ശമ്മയാണ്. അടുത്ത വാക്ക് പറയുന്നു, അവന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. അവൻ എന്റെ ശാലോമാണ്, എന്റെ സമാധാനമാണ്. ഒരു കാര്യം ഞാൻ അറിയിച്ചാ, പ്രോബ്ലം വർദ്ധിക്കുന്നതിന്റെ പിന്നിൽ ഉലകത്തിലെ ആർക്കും അറിയാത്ത വിധത്തിൽ, ആർക്കും കിട്ടിയിട്ടില്ലാത്ത വിധത്തിൽ ദൈവത്തെ മുഴുവനായി നിനക്ക് കിട്ടുവാൻ ഹല്ലേലൂയ. അപ്പോൾ എന്താണ് ഒരു പ്രതികൂലത്തിന് നടുവിൽ ദൈവം ആഗ്രഹിക്കുന്നത്? ആവർത്തന പുസ്തകം 4-ാം അധ്യായം എടുത്തോട്ടെ. ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം വായിച്ചോട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആ
പ്രതികൂലത്തിന്റെ അവസ്ഥ അവിടെ ഉണ്ട് അല്ലേ? അവരെവിടാ നിൽക്കുന്നേ? ജനമെല്ലാം പർവ്വതത്തിന്റെ അടിവാരത്ത് വന്ന് നിൽക്കുക. ആ പർവ്വതത്തിന്റെ അടിവാരത്തിൽ വന്ന് നിൽക്കുമ്പോൾ അവിടെ എന്തെല്ലാം പ്രതികൂലമുണ്ട്? 1 അന്ധകാരം, 2 മേഘം, 3 എന്തുണ്ട്? കൂരിരുൾ. ഒരാമേൻ പറ. എന്തൊക്കെയുണ്ട്? അന്ധകാരമുണ്ട്, മേഘമുണ്ട്. ഈ 3 പ്രതികൂലങ്ങൾക്ക് നടുവിൽ ഈ ജനം അവിടെ നിൽക്കുമ്പോൾ സാധ്യതകളൊന്നും അറിയത്തില്ല. അടുത്ത മിനിറ്റിൽ എന്താ സംഭവിക്കുന്ന അറിയത്തില്ല. കാരണം പർവ്വതത്തിന് മുകളിലേക്ക് ഒരുവൻ കയറിപ്പോയി. അവനെ കുറിച്ച് ഒരു വിവരമില്ല. എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഇപ്പോൾ കാണുന്നത് മുഴുവൻ ബ്ലൈൻഡായി നിൽക്കുന്ന ഒരു അന്തരീക്ഷം. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. റിജോച്ച, ഇപ്പോൾ എന്താ നടക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. മുഴുവൻ അന്ധത പിടിച്ചിരിക്കുന്ന പോലെ. എവിടെ നോക്കിയാലും ആമേൻ ഇരുട്ടിന്റെ അന്തരീക്ഷം പോലെ. എവിടെ നോക്കിയാലും കാഴ്ചകളെ മറച്ചു വച്ചിരിക്കുന്ന അന്ധകാരത്തിന്റെ സ്വാധീനം പോലെ. തീർന്നില്ല. ഏതു സമയത്തും ആമേൻ ആളി കത്തിയപ്പോലും കെടുത്തുവാൻ പാകത്തിന് ഇപ്പോൾ പെയ്തിറങ്ങുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന മേഘങ്ങൾ ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ കെടുത്തുന്ന അധികാരം, ആമേൻ മറയ്ക്കുന്ന അധികാരം, ആമേൻ വെല്ലുവിളിക്കുന്ന അധികാരം. എനിക്കറിയത്തില്ല എന്തോന്ന് ഇവിടെ സംഭവിക്കുന്നു. 1 കെടുത്തുന്ന അധികാരം, 2 മറച്ചു വയ്ക്കുന്ന അധികാരം, 3 കെടുത്തുന്ന അധികാരം. ഇതിന്റെ നടുവിൽ ആമേൻ പ്രതികൂലത്തിന്റെ അന്തരീക്ഷത്തിൽ ഈ ജനം നിൽക്കുമ്പോൾ എന്താണ് ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ? ഇന്ന് പരിശുദ്ധാത്മാവോട് പറയുന്നു. ഇന്ന് ഇതിന്റെ നടുവിൽ പരിശുദ്ധാത്മാവനോട് പറയുകയാണ്, ഒരു സാധ്യതകളും ഇല്ലാത്ത അതേ സാഹചര്യത്തിൽ അടുത്ത പദം പറയുന്നു, കൂരിരുളും അന്ധകാരവും മേഘവും ഉണ്ടായിരിക്കെ പർവ്വതം ആകാശമധ്യത്തോളം തീ കാളിക്കത്തിക്കൊണ്ടിരുന്നു. ഈ ദൂതിനെ പിടികിട്ടുന്നവരുടെ ആമേൻ പറഞ്ഞോണം. അച്ഛാ, പ്രതികൂലമില്ലെന്നല്ല, പ്രശ്നമില്ലെന്നല്ല. ഈ പ്രതികൂലത്തിന് നടുവിൽ ദൈവം എന്താണ് ചെയ്തത്? അതിന്റെ നടുവിൽ വെച്ച് തന്നെ ദൈവം അതിനെ തീ കൊണ്ട് നിറയ്ക്കും. 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 ദൈവം അതിനെ തീ കൊണ്ട് ചിലരെ ദൈവം തൊടുക. ഈ വാക്കിനാമേ പറയുന്ന എത്ര പേരുണ്ട്? അന്ധകാരമുള്ളപ്പോൾ തന്നെ, കൂരിരുള്ളപ്പോൾ തന്നെ, നിന്നെ അണയ്ക്കുവാൻ നിൽക്കുന്ന മേഘം ഉള്ളപ്പോൾ തന്നെ നിന്റെ റേഞ്ച് എവിടേക്ക് കയറും? നിന്റെ റേഞ്ച് എവിടേക്ക് കയറും? എടാ, നിന്നെ നോക്കി വില പറയുന്നവരുണ്ടോ? നിന്നെ നോക്കി വിധി പറയുന്നവരുണ്ടോ? നിന്നെ നോക്കി നീ തീർന്നെന്ന് പറയുന്നവരുണ്ടോ? അതേ പാരമ്പര്യത്തിനകത്ത്, അതേ ദേശത്തിന്റെ നടുവിൽ, അതേ വാക്കുകളുടെ നടുവിൽ ദൈവത്തിനെ ആളിക്കത്തുന്ന തീ പടരമേലെ ഇതെല്ലാം അടിവാരത്ത് നിൽക്കുമ്പോഴും തമ്പുരാന്റെ പദ്ധതി പ്രതികൂലമെങ്കിൽ ഞാൻ അനുകൂലമായുണ്ട്. പ്രതികൂലമെങ്കിൽ അനുകൂലമായി ഞാനുണ്ടെന്ന് ചുമ്മാതല്ല തെളിയിക്കുന്നത്. ഈ പർവ്വതത്തിന് മുകളിൽ അന്ധകാരം, കൂരിരുള്, രാമൻ പറ, മേഘം, ഇത് കണ്ട് ഭയപ്പെട്ട് നിൽക്കുക. പക്ഷെ തമ്പുരാന്റെ മാസ്റ്റർ പ്ലാൻ, ഇവിടെ നിന്നൊരു തീ അങ്ങോട്ട് കത്തിച്ചു. ഇവിടെ നിന്നൊരു തീ അങ്ങോട്ട് കത്തിച്ചു.
ദൈവാത്മ പറയുന്നു, എവിടെയാണോ നിന്റെ പ്രശ്നം നീ പറയുന്നത്, അവിടെ ഇരുത്തുന്നിന്റെ തീയായി. ഇന്ന് ആ ദൂതിന് ആമേൻ പറയുന്നവരുണ്ടെങ്കിൽ, നിന്റെ ബിസിനസ്സിനകത്ത്, നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ പാരമ്പര്യത്തിനകത്ത്, നിന്റെ തകർച്ചയുടകത്ത് എവിടെ നീ തകരുമെന്ന് പറയുന്നു, അവിടെ നിന്നെ ദൈവത്തിന്റെ തീയായി കാണിക്കത്തുന്ന വിധത്തിൽ നിയോഗമുള്ളവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ തലയ്ക്ക് മുകളിൽ പ്രശ്നം നിൽക്കുക അല്ലേ? ഒന്ന് പ്രാർത്ഥിച്ച് രക്ഷപ്പെട്ടെന്ന് ഒന്ന് തോന്നുമ്പോഴാ തലപൊക്കാൻ പറ്റാത്ത വിധത്തിൽ പ്രശ്നം നിൽക്കുക. അന്ധകാരം, കൂരിരുള്, മേഘം. അപ്പൊ മുകളിൽ പ്രശ്നം എങ്ങനെ അതിജീവിക്കാൻ കഴിയും? അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം വായിക്കുന്നു. എന്താ വായിക്കുന്നത്? പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടിയിരുന്നു. പെട്ടെന്ന് എന്താ കേൾക്കുന്നത്? ആകാശത്തിന് മുഴക്കം കേട്ടു. എവിടെ കേട്ടു? ആകാശത്തിനൊരു ശബ്ദം കേട്ടു. തലയ്ക്ക് മുകളിൽ ഒരു എന്റെ ഭാഷയാണ്, തലയ്ക്ക് മുകളിൽ ഇന്നുവരെ കേൾക്കാത്തൊരു ശബ്ദം കേൾക്കുക. പക്ഷെ അകത്തിരിക്കുന്നവരെങ്ങനെ ഇരിക്കുന്നത്? എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം കേട്ടകത്തിരിക്കുക. അകത്തിരിക്കുന്നവന്റെ അകത്ത് വാഗ്ദത്തമുണ്ട്. അതിനെ പ്രാപിക്കുവാൻ അനുവദിക്കാതെ തലയ്ക്ക് മുകളിൽ പ്രതികൂലത്തിന്റെ ശബ്ദമുണ്ട്. എന്നാൽ അടുത്ത വാക്ക് പറയുന്നു, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ. അടുത്ത വാക്ക് പറയുന്നു, അവരെല്ലാവരുടെ മേലും അഗ്നിജ്വാല പിളർന്നിരിക്കുന്ന നാവ് പോലെ അവരുടെ മേൽ പതിഞ്ഞു. ആത്മമണ്ഡലത്തിന്റെ പ്രവർത്തന മേഖലകളെ, ദൈവമക്കളുടെ വെളിപ്പാടുകളെ, ദൈവത്തിന് പ്രാപിച്ചെടുക്കേണ്ട ആത്മീകപരമാകുന്ന കരുത്തുകളെ, ദൈവത്തിന് പ്രാപിച്ചെടുക്കേണ്ട വാഗ്ദത്തങ്ങളുടെ അസാധാരണതകളെ അന്തരീക്ഷങ്ങൾ കൊണ്ട് മറയ്ക്കുന്ന ആകാശത്തിന് അധിപതികളെ ഇന്ന് മകനെ കത്തിക്കുന്ന ദൈവത്തിന്റെ തീ നിന്റെ മേൽ ദൈവം പകരാവയ്യ. ഈ ദൂതൻ ആമേൻ പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, താഴ്വാരത്ത് നിൽക്കുന്നവർ സാധാരണ ജനമല്ല, ആണോ? 400 വർഷത്തിന് അടിമത്തത്തിന്റെ ചങ്ങല പൊട്ടിച്ച് പാലും തേനും ഒഴുകുന്ന കനാനിലേക്ക് വാഗ്ദത്ത പ്രകാരം പുറപ്പെടുവിച്ച ജനമ, പുറപ്പെട്ടു വന്ന ജനം. പക്ഷെ ഇപ്പോൾ താഴ്വാരത്തിൽ നിന്നും ഒരു ചുവട് അനക്കാൻ പറ്റാത്ത വിധത്തിൽ ചിലത് കണ്ടു പേടിച്ചിരിക്കുക. കാരണം എന്താ? ഭൂമിയിലെ വെല്ലുവിളി അല്ല ഇപ്പോൾ നേരിടുന്നത്, ആകാശത്തിൽ നിന്ന്, അദൃശ്യ മണ്ഡലത്തിൽ നിന്ന് ഒരു വെല്ലുവിളി. ഇന്ന് പകലിൽ ആത്മാവിടപെടുകയാണ്. നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകത്താൽ നിനക്ക് പരിഹരിക്കാൻ പറ്റാത്ത വിധത്തിൽ അൺസീൻ മേഖലയിൽ നിന്ന് നിനക്ക് വിരോധമായി പടപൊരുതുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ ആത്മാവ് വെട്ടാൻ ഈ പകലിൽ ദൈവത്തിന്റെ തീരമേ അധ്വാനിക്കുന്നുണ്ട്. നീ ജോലി ചെയ്യുന്നുണ്ട്. നിന്റെ കയ്യിൽ നന്മ വരുന്നുണ്ട്. നിന്റെ തലമുറയ്ക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ റിസൾട്ട് ഇല്ല. എന്താ കാരണമെന്നറിയത്തില്ല. ആത്മാവിടപെടുന്നു. അദൃശ്യ മണ്ഡലത്തിനകത്തുനിന്ന് നിനക്ക് കൈകൊണ്ട് തൊടാൻ പറ്റാത്ത വിധത്തിൽ നിന്റെ തലയ്ക്കു മുകളിൽ ഉയർന്നിരിക്കുന്ന അന്ധകാരത്തെ, കൂരിരുളിനെ, മേഘപടലങ്ങളെ ആത്മാവിൽ കൈകാര്യം ചെയ്യുവാൻ ഇന്ന് പകലിൽ പർവ്വതത്തിന് മുകളിൽ ആളിക്കത്തുന്ന തീ വ്യാപരിച്ച പോലെ ഈ പകലിൽ ഇതാ നിന്റെ മേൽ, ഇതാ നിന്റെ മേൽ ഒരു തീ. The power of Holy Ghost.
ഒരു വല്ലാത്ത പ്രതിഭാസത്തിനകത്ത് നിന്റെ കാത്തിരിപ്പുകളെ പരിമിതപ്പെടുത്തിക്കൊണ്ട് നീ ഒരിക്കലും കാണത്തില്ലെന്ന് പറഞ്ഞ് നിന്റെ കാഴ്ചകളെ മങ്ങലേൽപ്പിച്ചുകൊണ്ട് നിനക്ക് വിരോധം അധിക്കുന്ന, നിനക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അന്ധകാരത്തിന്റെ വ്യാപാരത്തെ, കൂരിരുളിന്റെ വ്യാപാരത്തെ, മേഘപടലങ്ങളെ ആത്മാവി പൊളിക്കാൻ ഇന്നത്തെ ദിവസം ഇത് തീയാലൊരു അഭിഷേകം. Something happening is here. ഇതിനകത്ത് എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കുക. റിജോച്ച, പ്രാർത്ഥനയ്ക്ക് കുറവില്ല, വാഗ്ദത്തത്തിനോ. കണ്ണുയർത്തിയാൽ കാണുന്നത് മുഴുവൻ ഇതാ. കേട്ട ദൂത് പാലും തേനും ഒഴുകുന്ന ആരൊക്കെ ഇന്നലെ കൈക്ക് പിടിച്ച് അവിടുന്ന് കൊണ്ടുവന്നവർ ഇപ്പോൾ മുമ്പിലില്ല. ഒരു വല്ലാത്ത ഒറ്റപ്പെടൽ. എങ്ങോട്ട് തിരിയണമെന്നറിയാത്ത വിധത്തിൽ ഒരു താഴ്വാരത്തിൽ സ്റ്റക്കായി നിൽക്കുക. ഇവിടെ നിന്ന് തല ഉയർത്തുമ്പോൾ കാണുന്നത് എന്താ? മാനുഷിക ചിന്ത കൊണ്ടോ മാനുഷിക പ്രവർത്തനങ്ങൾ കൊണ്ടോ പരിഹരിക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ തലയ്ക്കു മുകളിൽ ഉയർന്നു നിൽക്കുന്ന അന്തരീക്ഷത്തെ നോക്കി ഇന്നും നീ നെടുവേർപ്പെടുന്നെങ്കിൽ ആത്മാവരോട് പറയുന്നു, അതേ ഇടത്ത് വെച്ച് തന്നെ നിന്നെ തീ കൊണ്ട് നിറച്ച് അടയാളമാക്കാൻ. ഇത് വിശ്വസിച്ചോണം. നിനക്ക് പരിഹരിക്കാൻ പറ്റാത്ത വിധത്തിൽ അകത്ത് കൃപയും വാഗ്ദത്തവും നിറയപ്പെട്ടവരാണെങ്കിലും, അതല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്, ഇതൊക്കെ അകത്തുണ്ടായിരുന്നിട്ടും ചില തടസ്സം, പരിഹരിക്കാൻ പറ്റാത്തൊരു തടസ്സം ഉണ്ടോ? ഇന്നിവിടെ വെച്ച് മറുപടിയാ. അതിന് സാഹചര്യത്തെ മാറ്റിയല്ല, ആണോ? നിലവിലുള്ള പ്രശ്നത്തിനകത്ത് ആകയാൽ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രശ്നത്തിന്റെ വലിപ്പമോ അതിന്റെ ഉയരമോ നിനക്കളക്കാൻ പറ്റാത്ത വിധത്തിൽ അത്രത്തോളം വലുതാണെങ്കിലും തമ്പുരാൻ ഇടപെടുന്നത് അതിന്റെ നടുവിൽ വെച്ച് പ്രശ്നത്തെക്കാൾ ഉയരത്തിൽ, സാഹചര്യത്തെക്കാൾ വലിപ്പത്തിൽ, പ്രതികൂലങ്ങളുടെ മുകളിൽ നിന്നെ ഒരു തീ പോലെ ആളി കത്തിക്കാൻ. രണ്ട് കരമൊന്ന് ഉയർത്തിയേ. രണ്ട് കരങ്ങൾ ഉയർത്തി പിടിച്ചേ. ഒരു സാന്നിധ്യത്തിനകത്ത് ചലിക്കുന്ന കാണുന്നു. ആ കരമൊന്ന് ഉയർത്തി ആമേൻ പറഞ്ഞേ. അവൻ കൂടെ ഉണ്ടെങ്കിൽ എഴുതിയിട്ടോ. നിനക്ക് പരിഹരിക്കാൻ പറ്റാത്ത വിധത്തിൽ നിന്റെ തലയ്ക്കു മുകളിൽ ഉയർന്നു നിന്നുകൊണ്ട് നിന്റെ മേൽ ആധിപത്യം ചെലുത്തുവാൻ എഴുന്നേറ്റ് നിൽക്കുന്ന സകല കാരണങ്ങളുടെ നടുവിലും ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുകയാണ്. ഇതാ മാളിക മുറി, ഇതാണ് അപ്പർ റൂം. കേട്ട ഒരു ശബ്ദം മാത്രമുണ്ട് അവർക്ക്. എന്ത്? എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തത് അയക്കുമെന്നുള്ള പ്രോമിസ് കേട്ടു. അയക്കുമെന്ന് പറഞ്ഞതിനെ അറിയത്തില്ല. സാഹചര്യങ്ങളെല്ലാം വിരോധമാണ്, അധികാരികൾ വിരോധമാണ്, മാനുഷിക നിയമങ്ങൾ വിരോധമാണ്. ഒരാമേ പറയാമോ? ദൈവം നിന്നോടൊരു വാഗ്ദത്തം പറയുമ്പോൾ അതിന്റെ നടുവിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ നിന്റെ മുമ്പിൽ വന്നാലും ആത്മാവോട് പറയുന്നു, ദൈവം അനുകൂലമെങ്കിൽ
ചിലതിനെ കെട്ടഴിയുക. ചില ബന്ധനങ്ങൾ തേടെ അകത്ത് കയറി മനസ്സിനെ അധൈര്യപ്പെടുത്തി ഒന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞ് നിന്റെ തലമുറയെ കുറിച്ചുള്ള വല്ലാത്ത ചോദ്യം ചെയ്യലിനകത്ത് എവിടൊക്കെയോ നീ ഒതുങ്ങിക്കിടന്നെങ്കിൽ ആ മനോഭാവത്തെ, ആ മനോവികാരത്തെ, ആ മനസ്സിന്റെ വേദനകളെ ഇന്ന് പകലിൽ യേശുവിന്റെ നാമത്തിൽ തകർക്കുവാൻ ഭാഗത്തിന് ദൈവാത്മാവിത ഇടപെടുന്നു. ദൈവം അനുകൂലമെങ്കിൽ അങ്ങനെങ്കിൽ നിനക്ക് ഈ മാസം കഴിയുന്നതിന് മുമ്പേ അവൻ അനുകൂലമാണെന്നുള്ളതിന് അടയാളം ഉണ്ടാകാൻ പോവാ. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. നിന്റെ വീട്ടിൽ അത് നടക്കാൻ പോയ, നിന്റെ വീട്ടിൽ അത് നടക്കാൻ പോയ, നിന്റെ ജോലി സ്ഥാപനത്തിൽ നടക്കാൻ പോയ, നിന്റെ വിദ്യാഭ്യാസത്തിൽ നടക്കാൻ പോയ, in the name of Jesus. നിന്റെ മിനിസ്ട്രി നടക്കാൻ പോയ, നിന്റെ ഫിനാൻസ് നടക്കാൻ പോയ, ദൈവം നിനക്ക് അനുകൂലമെന്ന്. എനിക്കറിയില്ല, ഇതിനകത്ത് ഭയങ്കര വ്യാപാരം നടക്കുക. ദൈവദൂതന്മാർ ഇറങ്ങി നിൽക്കുന്നു. ചിലതിനമേൽ ഭയങ്കര കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് കൈമാറുക. ആത്മാവിനെ കാണിക്കുന്നു. ഇന്നുവരെ നീ കണ്ടിട്ടില്ലാത്ത, ഇന്നുവരെ നീ അനുഭവിച്ചിട്ടില്ലാത്ത, ഇന്നുവരെ നിന്റെ മേൽ വെളിപ്പെട്ടിട്ടില്ലാത്ത ദൈവ പ്രവൃത്തിയുടെ ആഴമായ ചലന അനുകൂലമായ ദൈവത്തിൽ കൂടെ കൈയടിക്കുന്നവർ കൈയടിക്കാം, നൃത്തം ചെയ്യേണ്ടവർക്ക് നൃത്തം ചെയ്യാം. ദൈവം അനുകൂലമെങ്കിൽ, ദൈവം അനുകൂലമെങ്കിൽ നിന്റെ വീട്ടിനകത്ത് അടയാളം ഉണ്ടാകാൻ വയ്യ, നിന്റെ വീട്ടിനകത്ത് അടയാളം ഉണ്ടാകാൻ വയ്യ. In the name of Jesus, in the name of Jesus. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. എല്ലാം നഷ്ടപ്പെട്ട രൂത്തിനെ പോലാണോ? മരണം കണ്ട രൂത്തിനെ പോലാണോ? ആമേൻ. ക്ഷാമം കണ്ട രൂത്തിനെ പോലാണോ? ഇന്ന് പകൽ ആത്മാവ് ഇടപെടുന്നു. എവിടെയാണോ നിനക്കത് സംഭവിച്ചത്, അതേ കൂടാരത്തിനകത്ത് ദൈവം നിന്റെ ചരിത്രം മാറ്റാൻ പോവുക. നീ ഒരു ചരിത്രമായി മാറാൻ പോവുക. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ കരമടിച്ചോ, ശബ്ദമുണ്ടാക്കിയോ, ദൈവത്തെ നന്ദി പറഞ്ഞാട്ടെ, ദൈവത്തെ നന്ദി പറഞ്ഞാട്ടെ. ചരിത്രം മാറ്റിമറിക്കുന്ന, ചരിത്രങ്ങളെ മാറ്റിമറിക്കുന്ന, ചരിത്രങ്ങളെ മാറ്റിമറിക്കുന്ന ദൈവത്തിന്റെ വ്യാപാര ശക്തി, ദൈവത്തിന്റെ വ്യാപാര ശക്തി ഇന്ന് പകലിൽ ഇതാ നിന്റെ മേൽ അവൻ പകരുക. നീ ഒറ്റപ്പെട്ടു പോയിടത്ത്, നീ തലകുനിച്ചയിടത്ത്, നീ നിന്നയേറ്റയിടത്ത്, നിന്റെ വഴികൾ അടയപ്പെട്ടയിടത്ത്, നിന്റെ ബന്ധങ്ങൾ അറ്റുപോയിടത്ത്, നിന്റെ സമ്പത്തില്ലാതായിടത്ത്, നിന്റെ ജോലിക്ക് വിരോധമായി അവൻ വെല്ലുവിളികൾ വന്നയിടത്ത് ഇന്ന് പകൽ ദൈവം ഇടപെടുന്നു. ആകെയോ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ഇന്ന് പകൽ സ്വീകരിക്കുക, 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 സ്വീകരിക്കുക. ഇതിനകത്തൊരു ആഘോഷമുണ്ടാകുന്നു, ഇതിനകത്തൊരു ആഘോഷമുണ്ടാകുന്നു. ചിലരുടെ മേൽ ആഘോഷമുണ്ടാകുക, ചിലരുടെ മേൽ ആഘോഷമുണ്ടാകുക. Come on, name of Jesus, in the name of Jesus. അടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ കൈ ഒന്ന് കൊടുത്തേ, എന്നിട്ട് സന്തോഷത്തോടെ പറ. അടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ കൈ കൊടുത്ത് പറ, ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ. അനുകൂലമെങ്കിൽ പ്രതികൂലമൊന്നുമില്ല, പ്രതികൂലമൊന്നുമില്ല. ഇതുവരെ നിങ്ങളെ ഭയപ്പെടുത്തിയതെന്താ? പ്രതികൂലമാകുന്ന സാഹചര്യം, കൈകൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത വിധത്തിൽ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന പ്രശ്നം. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം ഞാൻ അതോടെ പറഞ്ഞിട്ട് നിർത്താം. അതിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്ത് ഇന്നലെ വരെയും അന്തരീക്ഷത്തിനകത്തൂടെ പൊരുതിയ വ്യാപാരങ്ങൾ അദൃശ്യ മണ്ഡലത്തിൽ നിന്ന് വെല്ലുവിളിച്ചത് അന്ധകാരം, കൂരിരുൾ, മേഘം, കൈകൊണ്ട് തൊടാൻ പറ്റാത്ത വിധത്തിൽ തലയ്ക്ക് മുകളിൽ ഉയർന്നു നിന്ന് അദൃശ്യ മണ്ഡലങ്ങളിൽ നിന്ന് പൊരുതിയ വ്യാപാരങ്ങൾ. എന്നാൽ ഇപ്പോൾ ഇവിടെ വായിക്കുന്നു, എന്താ വായിക്കുന്നേ? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ വാക്ക് കണ്ടോ? കർത്താവിന് വിരോധമായും
അവന്റെ അഭിഷക്തന് വിരോധമായും. എന്ന വാക്കിന്റെ അർത്ഥം കർത്താവിന്റെ അഭിഷക്തൻ, കർത്താവിന് വിരോധം. അങ്ങനെയെങ്കിൽ ഒറ്റ വാക്ക് പറയാം, നിന്റെ അകത്ത് കിടക്കുന്ന പുത്രത്വം എന്ന് പറയുന്ന അധികാരത്തിന് വിരോധമായി ഭൂമിയിൽ സഖ്യത കൂടുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ. ഇന്നലെ വരെയും അന്തരീക്ഷത്തിലായിരുന്നെങ്കിൽ ഇന്നെവിടാ? ഇന്ന് നേർക്കുനേരുള്ള പോരാട്ടം, വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടം. ആമേൻ. ഒരിക്കലും കയറി വരാൻ അനുവദിക്കാത്ത വിധത്തിൽ നിന്റെ പ്രവർത്തന മണ്ഡലങ്ങളെ, നിന്റെ സ്വപ്നങ്ങളെ, നിന്റെ ആഗ്രഹങ്ങളെ മരവിപ്പിക്കുന്ന, മുടക്കുന്ന ഭൂമിയിലുള്ള ചില ആധിപത്യങ്ങളുമായി ബന്ധപ്പെട്ട് സഖ്യത കൂടിക്കൊണ്ട് നിനക്ക് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന പാരമ്പര്യത്തിലെ ശക്തികൾ, നിനക്ക് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന മന്ത്രവാദത്തിലെ ശക്തികൾ, നിനക്ക് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന വ്യക്തിവിരോധങ്ങൾ, ഇന്ന് പകലിൽ ആത്മാ പറയുന്നു, അതിന്റെ നടുവിൽ ഞാനിനെ കഴിഞ്ഞ മണിക്കൂറുകളെല്ലാം അദൃശ്യ മണ്ഡലത്തിന്റെ പോരാട്ടമായിരുന്നെങ്കിൽ ഇന്ന് ഒന്ന് ഭൂമിയിലെ വെല്ലുവിളി. എനിക്കതൊക്കെ വിശദമാക്കണമെന്നുണ്ട്. ഭൂമിയിലെ വെല്ലുവിളി, ഭൂമിയിലെ വെല്ലുവിളി. ഇതിനകത്തുണ്ട്. ഞാനിത് പറയുമ്പോൾ ആത്മാവിന്റെ അകത്ത് പറയുന്നുണ്ട്, ചില ഭൂമിയിൽ നിന്നും നാളുകളായിട്ട് അനുഭവിക്കുന്ന വെല്ലുവിളി. ഒന്നുകൂടെ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ, മണ്ണിന്റെ പേരിൽ വാദിക്കുന്ന ചില വെല്ലുവിളികൾ. ദൈവിക രക്ഷയുടെ ആഴത്തിനകത്തു നീ എത്തിച്ചേർന്നിട്ടും നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നോക്ക്, 2-ാം അധ്യായത്തിൽ അഭിഷേകം പ്രാപിച്ച് അകത്തളങ്ങളിൽ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയപ്പെട്ട് 3-ാം അധ്യായത്തിൽ അത്ഭുതത്തിന്റെ ശുശ്രൂഷ ആരംഭിച്ചവർ 4-ാം അധ്യായമായപ്പോൾ നേർക്കുനേരെ ഭൂമിയിൽ നിന്ന് വെല്ലുവിളി ഉണ്ടാകുക. ഇപ്പൊ വെല്ലുവിളി ഇല്ലെന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. ഉണ്ടോ? മാളിക മുറിക്കകത്തിരുന്നവരല്ലേ അല്ലേ? ഒറ്റ പ്രസംഗം കൊണ്ട് 3000 എണ്ണത്തെ അകത്ത് കയറ്റിയല്ലേ? ഇതെല്ലാവർക്കും പിടികിട്ടുമെന്ന് എനിക്കറിയില്ല. ഒറ്റ വാക്കുകൊണ്ട് അമ്മയുടെ ഗർഭപാത്രം മുതൽ മുടന്തനായവനെ എഴുന്നേൽപ്പിച്ചു നടത്തിയവൻ. ഇപ്പൊ വിളിയകത്തുള്ളവരാ, തിരഞ്ഞെടുപ്പകത്തുള്ളവരാ. പക്ഷെ 4-ാമത്തെ അധ്യായത്തിലേക്ക് വന്നപ്പോൾ ഇപ്പോൾ ഭൂമിയിൽ നിന്ന് ചിലർ സഖ്യത കൂടുകയാ. എന്നതിന് ആമേൻ പറയാൻ, അതിന്റെ നടുവിൽ ആമേൻ പറഞ്ഞ് ദൈവമുഖത്തേക്ക് നോക്കുന്നവരുണ്ടെങ്കിൽ ഈ മീറ്റിംഗ് അവരുടെ പേരിൽ ദൈവം തിരിക്കാൻ പോയ. വിധത്തിലുള്ള വെല്ലുവിളി ഉണ്ട് അതിനകത്ത്. 4 വിധത്തിലുള്ള വെല്ലുവിളി. ആമേൻ. ഒന്നാമേൻ പറഞ്ഞേ, ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ വിരോധമാകുകയും അഭിഷക്തന് വിരോധമായി ഒന്നിച്ചുകൂടുകയും. ഒരാമേൻ പറ. എനിക്കത് വിശദമാക്കണമെന്നുണ്ട്. ഞാൻ വേഗത്തിൽ നിർത്താൻ പോവാം. ഈ പ്രതികൂലത്തിന് നടുവിൽ ദൈവം എന്താണ് അനുകൂലമായി ചെയ്യുന്നത്? ഇങ്ങനെ പ്രതികൂലം വരുമ്പോൾ എന്ത് ചെയ്യും? 31-ാമത്തെ വാക്യം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ, അപ്പോൾ ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ എന്താ? കൂട്ടുകെട്ടുകളുടെ നടുവിൽ നിന്നെ തകർക്കുവാൻ വിരോധികൾ എഴുന്നേൽക്കുന്നതിന് നടുവിൽ ദൈവം നിന്നെ ആത്മലോകത്തിലേക്ക് കൊണ്ടുപോകും.
എന്ന് പറഞ്ഞ നിന്റെ ഹൃദയത്തിനകത്ത് യേശുവിന്റെ സ്നേഹത്തെ പകരും. നിന്റെ ഹൃദയത്തിനകത്ത് അവന്റെ വചനത്തെ കൊണ്ടിടും. നിന്റെ ഹൃദയത്തിനകത്ത് ക്രൂശിന്റെ ബന്ധത്തെ നിന്റെ അകത്തിടും. ഒരാമേ പറയാമോ? നിന്റെ അകത്ത് മറ്റാർക്കും മാറ്റാൻ പറ്റാത്ത ദൈവ സ്നേഹത്തിലേക്ക് നിന്നെ കൊണ്ടുപോകും. എന്തിനറിയാമോ? നീ എവിടെയാണോ തകരാൻ പിശാച് നിനക്ക് വിരോധമായി സഖ്യത കൂടുന്നത്, അതിന്റെ നടുവിൽ വെച്ച് ഒരു അഗ്നിഗോളമാക്കി നിന്നെ പുറത്തു കൊണ്ടുവരാൻ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ വേറെങ്ങുമല്ല, അവരിരുന്ന അപ്പൊ ഇന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു, വേറെ എവിടെങ്കിലും കൊണ്ട് നിന്റെ പ്രശ്നത്തെ പരിഹരിക്കുക എന്നല്ല, അതേ ഇടത്ത്. ഒന്ന് രണ്ടുപേർ കൈകൊടുത്ത് പറ, അതേ ഇടത്ത് നിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോവാ. സന്തോഷമുണ്ടോ? ബിസിനസ് ആണോ? അതേ ഇടത്ത്. കുടുംബത്തിനകത്തുള്ള ഇഷ്യൂസുകളാണോ? അതേ ഇടത്ത്. വരുമാനത്തിന് മേലുള്ളതാണോ? അവിടെ തന്നെ. ഈ നസ്രയത്തിലേക്ക് യേശുവിനെ തിരിച്ചു കൊണ്ടുവന്നതിന്റെ പിന്നിലുള്ള പദ്ധതി എന്തെന്നറിയാമോ? ഇവന്റെ മേലൊരു ദൂത് കിടക്കുക. ഇവൻ നസ്രയൻ എന്ന് വിളിക്കപ്പെടും. പക്ഷെ യേശു കർത്താവ് ഇതിനു മുമ്പിൽ ഒരിക്കൽ പോലും നസ്രയത്ത് വന്നിട്ടില്ല. കാരണമുണ്ട്. ചിലരുടെ വാക്ക് നസ്രയത്തിൽ നിന്നും വല്ല നന്മയുണ്ടാകും. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 14-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനൊരു വാക്യമുണ്ട്. യേശു ആത്മാവിന്റെ ശക്തിയോടെ എങ്ങോട്ട് പോയി? തുടങ്ങുക. മടക്കി കൊണ്ടുവരുന്നതിന് പിന്നിൽ ഇവനെ ഇത്ര നാള് മറച്ചു നിർത്തിയതിൻ്റെ തായ്വേര് തന്നെ വലിച്ചിളക്കി. അവിടുന്ന് ഞാൻ നിന്നെ പുറപ്പെടുവിക്കാൻ പോവാ. മനസ്സിലായെങ്കിൽ ആമേൻ പറയണം. എന്റെ ചർച്ച ഇരിക്കുന്ന സ്ഥലം അതുവഴി പോയവർക്കൊക്കെ അറിയാം. തിരുവല്ല കുമ്പനാടിന്റെ ഇടയിലാ. ഞാൻ ഒരിക്കൽ പോലും ആഗ്രഹിച്ചതല്ല അവിടെ പോയി നിൽക്കണമെന്ന്. ഇതുപോലെ മെയിൻ റോഡിന്റെ അടുത്ത് തന്നെ. ഒരിക്കൽ ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് ദൈവം എന്നോട് പറഞ്ഞു, നിനക്കറിയാമോ ഇതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താന്ന്? അറിയത്തില്ല. കുറേ ആലോചിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോഴാണ് കാര്യം പിടിയിട്ടത്. എൻ്റെ പിതാക്കന്മാർ ജനിച്ചു വളർത്തപ്പെട്ട മണ്ണത് എന്ന് പറഞ്ഞാൽ അപ്പന്മാരുടെ പാരമ്പര്യം തറ കൂടിക്കിടക്കുന്നൊരു ലാൻഡ്. എന്നിട്ട് എന്നോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അതിലേക്ക് തിരിച്ചു കൊണ്ടുപോവാ. ആ പാരമ്പര്യത്തിനകത്തേക്കല്ല, പകരം കെടുത്തുന്ന പാരമ്പര്യങ്ങളെ അഭിഷേകത്തെ പൊളിക്കാൻ. ഈ ദൂതനാമേ പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ തിരിച്ചു നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇതുവരെ അടഞ്ഞു കിടക്കുന്ന മേഖലകൾ ആത്മാവിൽ തുറക്കാൻ. ചില പാരമ്പര്യത്തിന്റെ തായ്വേരുകൾ അറക്കാൻ. ഉടയാ മനയാ രഗദല രഗസിയാല അന്തൽ കമനഘടകതിരി പ്രഭാത രക്ഷസിയ അതുരി രഹസ്യാദര. രക്ഷപ്പെടാൻ അനുവദിക്കാതെ വണ്ണം തല ഉയർത്തിരിക്കുന്ന ചില പൗരോഹിത്യ ആധിപത്യങ്ങളെ ദൈവത്തിന്റെ വാളുകൊണ്ട് അതിന്റെ തായ്വേരുകളെ അറുത്ത് ദൈവത്തിനെ അടയാളമാക്കാൻ, ദൈവത്തിന്റെ അടയാളമാക്കാൻ ഈ വിധത്തിൽ ഒരു അഭിഷേകത്തിന് പകരുക.